ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റെഹാസ് വെൽ ബൈ റെഹ മഹുഷിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിടുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നമ്മൾ LSS USSC SSLC ഒക്കെ കിട്ടിയ എല്ലാ കുട്ടികളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിപാടിയാട്ടോ അത്. അപ്പോൾ അതിൽ ഞാനും ഉണ്ട് ഗൈസ്, കാരണം ഞാനൊരു LSS നേടിയ ഒരാളല്ല. അപ്പോൾ ആ ഒരു പരിപാടിൻ്റെ വീഡിയോ കേട്ടോ. അപ്പോൾ അതേ നമുക്ക് തരാനുള്ള ട്രോഫികൾ അവിടെ നിരയായി വെച്ചിട്ടുണ്ട്. മെഡലും കാര്യങ്ങളും SSLCൻ്റെത് നമ്മളുടെ എല്ലാവരും. അപ്പോൾ ആ പരിപാടിൻ്റെ വീഡിയോസ് ആട്ടോ ഇത്. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ ഞാൻ കരുതി. അപ്പം നിങ്ങൾ എന്തായാലും നമ്മളെ ടീച്ചേഴ്സൊക്കെ പറയുന്നത് കേട്ട് വെക്കൂ ഗൈസ്. ഈ വർഷത്തെ വിജയാരവം പരിപാടിയിൽ ഒത്തുചേരലാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായി നിങ്ങളോട് നിങ്ങളുടെ വിജയത്തിന്റെ മുന്നോട്ടുള്ള പാത എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ച് നമ്മുടെ സ്കൂൾ SRG കൺവീനർ ഭാവന ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ടീച്ചറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ കുട്ടികളെ, ഇപ്പം നമ്മുടെ സ്കൂളിലെ ഏറ്റവും കഴിവ് തെളിയിച്ച കുട്ടികളാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത്. അവർക്കുള്ള സ്നേഹാദരമാണ് ഇന്ന് നമ്മൾ നൽകുന്നത്. അപ്പോ ഈ ഒരു അംഗീകാരം കുട്ടികൾക്ക് ലഭിക്കണമെങ്കിൽ 1-2 ദിവസത്തെ പരിശ്രമം കൊണ്ട് മാത്രം അവർക്ക് ഇത്രയും വലിയൊരു വിജയം അവർക്ക് ആർക്കും നേടിയെടുക്കാൻ പറ്റില്ല. ഒരുപാട് നാളത്തെ പരിശ്രമത്തിനൊടുവിലായിരിക്കാം അവർക്ക് ഇത്രയും വലിയൊരു വിജയം നേടിയെടുത്തത്. പക്ഷേ ഇപ്പോ ഇവിടെ ഇന്നിപ്പോ ഫുൾ A+ നേടിയ കുട്ടികളുണ്ട്, LSS USS വിജയികളുണ്ട്. അതുകൂടാതെ ഫുൾ A+ നേടിയ കുട്ടികളുണ്ട്, 9 A+ നേടിയ കുട്ടികളുണ്ട്, 8 A+ ഒക്കെ നേടിയ കുട്ടികളുണ്ട്. അതുപോലെ LSSനും USSനും ഒക്കെ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ആ ഒരു അംഗീകാരം ലഭിക്കാതെ പോയ കുട്ടികളും ഉണ്ടാവാം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, അതായത് സക്സസ് ഈസ് നോട്ട് ഫൈനൽ, ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ, ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് മാറ്റേഴ്സ്. അതായത് വിജയവും പരാജയവും ഒന്നിന്റെയും തുടക്കവും ഒടുക്കവും അല്ല. വിജയിച്ചവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു കറേജ്, ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണം. അതുപോലെ പരാജയപ്പെട്ടവർക്ക്, പരാജയം എന്ന് പറഞ്ഞാൽ ഒന്നിന്റെ അവസാനമല്ല, ഇപ്പൊ ഒരു കോയിന് 2 വശങ്ങളുള്ള പോലെ ചിലപ്പോ നമ്മൾ വിജയിക്കാം, ചിലപ്പോ നമ്മൾ പരാജയപ്പെടാം, അല്ലെ? ഭാഗ്യം കൂടി നമ്മളെ കൂടെ ചേർന്ന് നിന്നാല് നമ്മുടെ കഠിന ശ്രമത്തിന്റെ കൂടെ ഭാഗ്യം കൂടി ചേർന്ന് നിന്നാൽ മാത്രമേ ചിലപ്പോ നമുക്ക് വിജയിക്കാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ 1 മാർക്കിനോ അല്ലെങ്കിൽ 2 മാർക്കിനോ, വളരെ കുറഞ്ഞ മാർക്കിന് നമ്മൾ വിചാരിച്ച അംഗീകാരം നേടാൻ കഴിയാത്ത എത്രയോ പേരുണ്ടാവാം. അപ്പോ സ്ഥിരോത്സാഹമാണ് ഓരോ കുട്ടിക്കും വേണ്ടത്. ഇപ്പൊ നേടിയ ഗ്രേഡിനെക്കാട്ടിലും ഉയർന്ന് ഇനി അടുത്ത പ്രാവശ്യം കുറച്ചും കൂടി വലിയ വലിയ നേട്ടങ്ങൾ മുന്നിൽ കണ്ടിട്ട് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഇതോടുകൂടി ഒന്നും അവസാനിക്കുന്നില്ല, ഇത് എല്ലാത്തിന്റെ ഒരു ബേസ് മാത്രമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ, ബാക്കി എല്ലാ വിശിഷ്ട അതിഥികളും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യപരിപാടികൾ ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. പ്രധാന താരങ്ങൾക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം LP വിഭാഗത്തിൽ ടാലന്റ് ടെസ്റ്റ് ആയിട്ടുള്ള LSS വിജയികളും, UP വിഭാഗത്തിലെ USS വിജയികളും, ഹൈസ്കൂൾ വിഭാഗത്തിലെ NMMS വിജയികളും, അതുപോലെ തന്നെ SSLC പബ്ലിക് പരീക്ഷയിൽ ഏറ്റവും നല്ല സ്കോർ നേടിയിട്ടുള്ള 13 ഫുൾ A+കാർ, 10 9 A+കാർ, 10 8 A+കാർ, ഇങ്ങനെ നമ്മുടെ സ്കൂളിലെ ഏറ്റവും പ്രതിഭകളായിട്ടുള്ള മക്കളെ കൂടെ അവരുടെ രക്ഷിതാക്കളുടെ കൂടെയാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. എനിക്ക് ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മേഖലയിൽ നന്നായിട്ട് തിളങ്ങാൻ സാധിക്കും. നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം, നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു സന്ദേശം മാത്രമാണ് ഞാൻ ഇപ്പോൾ തരുന്നത്. നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടി ഇവിടെ തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ആദ്യം പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ സ്വാഗതം ചെയ്യും.
നമ്മുടെ എഫേർട്സ്, നമ്മൾ എടുക്കുന്ന ശ്രമങ്ങളൊക്കെ പാഴായി പോവുകയുള്ളൂ. അപ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുക. LSS നേടിയ കുട്ടികൾ ഇനിയുള്ള വർഷങ്ങളിൽ USS, അതുപോലെ അതിനുശേഷം NMS, അതുപോലെ ഫുൾ A+ നേടിയ കുട്ടികൾ, അല്ലെങ്കിൽ 9 A+, 8 A+ നേടിയ കുട്ടികളൊക്കെ തന്നെ ഇനി ഹയർ സെക്കൻഡറിയിൽ എത്തുമ്പോൾ വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ ഇപ്രാവശ്യം നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ ടോപ്പേഴ്സ് ആയിട്ടുള്ള 3 കുട്ടികൾ, അവരൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അതിൽ ഏറ്റവും 99% മാർക്ക് നേടിയ നമ്മുടെ സ്കൂൾ ടോപ്പർ ഉണ്ട്, ഫാത്തിമ അഫ്ല, അതുപോലെ റഫ്ന. ആ 2 കുട്ടികളും 10A എന്റെ കുട്ടികളായിരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ 10A നമ്മുടെ സ്കൂളിൽ നിന്ന് പഠിച്ച കുട്ടികളായിരുന്നു. അവരുടെ ക്ലാസ് ടീച്ചർ ഞാനായിരുന്നു. ഒരുപാട് അഭിമാനം തോന്നിയ നിമിഷങ്ങളാണ് അതൊക്കെ. നമ്മുടെ കുട്ടികളെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ, വലിയ സ്വപ്നത്തിലേക്ക് അവർ പറന്നു വരുന്നത് കാണുമ്പോൾ രക്ഷിതാക്കളെ പോലെ തന്നെ ഒരുപാട് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന വേറൊരു ആളുകളാണ് നമ്മുടെ ടീച്ചേഴ്സ്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ശ്രീ അനിൽകുമാർ സാറാണ്. സാറിനെ ഈ ഒരു പരിപാടിയിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ PTA പ്രസിഡന്റ് മജീദ് സാഹിബ്, വളരെ സന്തോഷത്തുള്ള ഒരു നിമിഷത്തിലാണ്. കാരണം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്നതും ഏറ്റവും കാഠിന്യമേറിയതുമായ പരീക്ഷാ കടമ്പകൾ നേരിട്ടുകൊണ്ട് വിജയിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ആകാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സ്കൂളിൽ പരീക്ഷ എഴുതിയ A+ നേടിയ കുട്ടികൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ കണക്കുകളുടെ എണ്ണത്തിൽ കുറവായിരിക്കും. സംസ്ഥാന തലത്തിലാകെ തന്നെ A+ നേടിയ എണ്ണത്തിന്റെ കുട്ടികളുടെ പകുതിയായി കുറഞ്ഞിരിക്കുന്നതാണ് വസ്തുത. അതിന്റെ അർത്ഥം വളരെ നിലവാരമുള്ള കുട്ടികളായി, പഠനത്തിൽ നിലവാരമുള്ള കുട്ടികൾക്ക് മാത്രമേ A+ഓ NMMSഓ USSഓ LSSഓ ഒക്കെ കിട്ടുമെന്നുള്ള തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മാറുകയാണ്. അങ്ങനെ മാറുന്ന നിലവാരമുള്ള, ഉയർന്ന നിലവാരത്തിലുള്ള കുട്ടികൾക്ക് മാത്രം കയ്യെത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒന്നായി A+ റിസൾട്ട് LSS USS NMMS ഒക്കെ മാറി. അതിന്റെ അർത്ഥം ഇവരൊക്കെ പഠനത്തിൽ, അവരുടെ കഴിവുകളിൽ വളരെയധികം കുട്ടികളോട് മത്സരിച്ചാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളിൽ നിന്നും മത്സരിച്ചാണ് ഈ നേട്ടം നേടിയെടുത്തതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങളിൽ അവർക്ക് അവരുടെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി മുന്നേറാൻ കഴിയുമെന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, നേരത്തെ LSS കിട്ടിയ കുട്ടികൾ 8 പേരാണ്. അവർക്ക് 10 വയസ്സാവുന്നതേ ഉള്ളൂ, 10 വയസ്സായിട്ടേ ഉള്ളൂ. ആ 10 വയസ്സിൽ അവര് വലിയൊരു നേട്ടമാണ്, വിജയത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ പടവിൽ അവർ എത്തിപ്പിടിച്ച ഒരു നേട്ടമാണ്. നേരത്തെ ഭാവന ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പരീക്ഷകൾക്ക് അവർക്ക് മുന്നേറാനുണ്ട്. ആ പരീക്ഷയ്ക്കൊക്കെ അവർക്ക് മാതൃകാപരമായ ഒരു ചവിട്ടുപടിയായിട്ടാണ് ഈ LSS റിസൾട്ട് മാറിയിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്ത സ്റ്റേജാണ് USS. അതിലും കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ കാഠിന്യമേറിയ പരീക്ഷയായിരുന്നു ഉണ്ടായിരുന്നു. അതിൽ ഈ കുട്ടികൾ 5 കുട്ടികൾ നേടിയത് അവരെത്രയോ കുട്ടികളെ പിന്തള്ളിയാണ്. നമ്മുടെ സ്കൂളിൽ USS 1 മാർക്കിന് നഷ്ടപ്പെട്ടത് 5ഓ 6ഓ കുട്ടികൾക്കാണ്. LSSഉം അതുപോലെ തന്നെ 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഒക്കെ വ്യത്യാസത്തിലാണ് പല കുട്ടികളും 1 മാർക്ക് വ്യത്യാസത്തിലൊക്കെ LSS നഷ്ടപ്പെട്ടവരായിരുന്നു. കാരണം അത്രയും കാഠിന്യമേറിയ പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷ എഴുതിയ കുട്ടികളെല്ലാവരും തന്നെ വളരെ മിടുക്കരാണ്. NMMS നേടിയ കുട്ടികളെല്ലാം തന്നെ ആ നേടാത്ത കുട്ടികളും ക്വാളിഫൈഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ SLCയുടെ റിസൾട്ട് വളരെ ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ നമുക്കറിയാം. അങ്ങനെയുള്ള ആ ഒരു നിങ്ങളുടെ ഒരു നിലവാരമാണ്, നിങ്ങളുടെ ചിന്തയുടെ നിലവാരമാണ്
എൻ്റെ കുട്ടി ഏതറ്റം വരെ പോകണമെന്നുള്ള നിങ്ങളുടെ മനസ്സുറപ്പിന്റെ ഭാഗമാണ് കുട്ടികൾ ഇപ്പോൾ നേടിയെടുത്ത ഈ നേട്ടങ്ങൾ. അത് മങ്ങാതെ ഇനിയും നിങ്ങൾ സൂക്ഷിക്കണം. ഇതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടിയാണ്. സ്കൂൾ കഴിയുന്നതേ ഉള്ളൂ. ഇനിയും ഒരുപാട് കടമ്പകളുണ്ട്. SLC കഴിഞ്ഞ കുട്ടികൾ ഒരു കാര്യം ഉറപ്പാണ്, അവർ ഏത് സ്കൂളാണോ അവർ ആഗ്രഹിച്ചത്, ഈ A+ കിട്ടിയ 8 A+ ഒക്കെ എന്ന് പറഞ്ഞാൽ പഴയ A+നേക്കാൾ ഫുൾ A+നേക്കാൾ മുകളിലാണ്. നമ്മുടെ സ്കൂളിൽ നിന്ന് 7 A+ വരെ കിട്ടിയ കുട്ടികൾക്ക് അവർക്ക് ഏത് വിഷയമാണോ ഇഷ്ടമുള്ളത് ആ വിഷയം കിട്ടും പഠിക്കാൻ. കഴിഞ്ഞ വർഷം അത് സാധ്യമായിരുന്നില്ല. കഴിഞ്ഞ വർഷം A+കളുടെ എണ്ണം ഒരുപാട് കൂടുതലായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് ഏത് വിഷയമാണോ ഇഷ്ടം, ഒരു 7 വരെ A+ ഉള്ള കുട്ടികൾക്ക് ആ ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കാനുള്ള സാഹചര്യത്തിലേക്ക് മാറി നമ്മുടെ സ്കൂൾ മാറിയിട്ടുണ്ട്. റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. 1ാം സ്ഥാനം വേങ്ങര സബ് ജില്ലയിൽ 1ാം സ്ഥാനം, ജില്ലയിൽ 1ാം സ്ഥാനം, മറ്റേ മൊത്തം ജില്ല എടുക്കുമ്പോൾ 3ാം സ്ഥാനം ഒക്കെ നമ്മുടെ സ്കൂളിലാണ് ഉള്ളത്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ, അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ഏറ്റവും വലിയ മറ്റു സൗകര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. പക്ഷെ അവരുടെ അക്കാദമിക തലത്തിൽ എത്രമാത്രം സ്കൂൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന രക്ഷിതാക്കളായി നിങ്ങൾ മാറണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും സാധിക്കും. അതിനുവേണ്ടി എല്ലാവർക്കും ആശംസ നേരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ഇന്ന് 5 മണിയോടുകൂടി സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരു 5-8 വർഷക്കാലത്തെ 33 വർഷം ഈ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. 8 വർഷക്കാലം പ്രധാന അധ്യാപകരായിരുന്നു. ഈ കാലത്തൊക്കെ തന്നെ കുട്ടികളുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഒക്കെ വലിയ സഹകരണമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ചയ്ക്ക് വിജയപീരിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ള കുട്ടികളുടെ ഈ അനുമോദന ചടങ്ങ് ഏറ്റവും നമ്മുടെ സ്കൂളിലെ ഒരു പ്രവർത്തനത്തിലെ കുട്ടികളെ അനുമോദിക്കുന്നതിന്റെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണിത്. അതിന് ഒരുക്കിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ടും അതോടൊപ്പം തന്നെ ഓഫീസ് സംബന്ധമായി എനിക്ക് കുറെ കാര്യങ്ങൾ ഇനിയിപ്പോ 2 മണിക്കൂറിനുള്ളിൽ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് എനിക്ക് നാളേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇനിയും നാൾതോറും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. LSS, USS, NNMS, ഫുൾ A+. ഇതാണ് ആ ഘടകം. ഇതില് രക്ഷിതാക്കളുടെ പങ്ക് HM ഇവിടെ പറഞ്ഞു, വളരെ മഹത്തരമേറിയ. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ഈ വിദ്യാർത്ഥികൾക്കുള്ളത്. ഞങ്ങളിവിടെ നിങ്ങളെ കുട്ടികളെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുമ്പോൾ ഞങ്ങൾ ഈ കുട്ടികളെ എത്രത്തോളം ഉയർത്താൻ പറ്റുന്നോ ആ രീതിയിലാണ് ഞങ്ങൾ അവരെ മോൾഡ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ സപ്പോർട്ട് ആ കുട്ടികൾക്കുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടികൾ ഉയർന്ന രീതിയിൽ ഉയർന്ന മാർക്കോട് കൂടി ജയിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതിരുന്നാൽ ആ കുട്ടികൾക്ക് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് ആ സപ്പോർട്ട് കിട്ടാതെ വരുമ്പോൾ ആ കുട്ടികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ വരും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ രക്ഷിതാക്കൾ വളരെ ആത്മാർത്ഥമായി ഈ കുട്ടികളുടെ പിന്നാലെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് വളരെ അഭിമാനകരമായ ഒരു വസ്തുതയാണ്. ഇനിയും നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഉയർന്ന നിലവാരത്തിൽ ഇനിയുമുണ്ട്, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. വിദ്യാർത്ഥികളെ ആദ്യം LSS, പിന്നെ USS, പിന്നെ വിജയം ഇനിയും അവരെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഇതിലൊക്കെ വിജയം നേടിയ കുട്ടികൾക്ക് തുടർന്നുള്ള പഠനങ്ങൾ ഉന്നത വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചു. ഒരു 50% രോഗികളും മക്കളൊക്കെ 4-5 മക്കളുണ്ടായിട്ടും ഒരാവശ്യം വരുന്ന സമയത്ത് ഈ രക്ഷിതാക്കൾ നോക്കാൻ കഴിയാത്ത ഒക്കെ ജോലി തിരക്ക് അല്ലെങ്കിൽ വേറൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് രക്ഷിതാക്കൾ രോഗാവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് മക്കളെ സഹായം കിട്ടാത്ത അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ മക്കൾ അങ്ങനെ ആകൂലാന്ന് വിചാരിക്കുന്നത്. കാരണം ഞാൻ അധികം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. എന്തായാലും ഇത് നിങ്ങൾ രക്ഷിതാക്കളെ പ്രയത്നപരമായിട്ടാണ് നിങ്ങൾ ഉന്നത വിജയം നേടി. ഇത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എല്ലാവിധ ആശംസകളും.
നേടുക എന്നുള്ളതൊരു ബാധ്യതയായി മാറി ഈ വിജയത്തോടുകൂടി. LSS നേടി USS കിട്ടാതിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു മോശമാണ്. അതുകൊണ്ട് USS നേടാൻ, USS നേടിയവർ NMS നേടാൻ, തുടർന്ന് അങ്ങോട്ട് SSLC-യും +2-യും മറ്റു ഉന്നത വിജയങ്ങളൊക്കെ നേടാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടും അതിന് പ്രചോദനത്തിനുള്ള ഉത്തമമായ ഒരു മാർഗരേഖയുമായിട്ടും ഈ ഒരു വിജയത്തെ കണ്ടുകൊണ്ട് പരമാവധി ഊർജ്ജസ്വലതയോടുകൂടി എല്ലാവരും ഇനിയും മുന്നേറണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഫൈഹാൻ ആസ്മി, സിയാൻ, അമീൻ ഷാബാസ്, റൈഹാൻ മലൂക്ക്, ഹവാ ജുവാൻ, ഹിനാന ജിയ, ഫാത്തിമ ഹിമിയ, അങ്ങനെ ഗായ്സ് എല്ലാവർക്കും സമ്മാനമൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതേ ഞാൻ സ്കൂളിൻ്റെ അടുത്തുള്ളൊരു സ്കൂളിലുള്ളൊരു ഗാർഡൻ പോലത്തെ ഒരു ഏരിയയിൽ വന്നിട്ട് ഇതേ ഫോട്ടോ എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഞാൻ എൻ്റെ ട്രോഫിക്ക് പിടിച്ചിട്ടുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ ട്രോഫി. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ഞാനതിൽ. അപ്പോൾ LSS വിന്നർ എന്നൊക്കെ പറഞ്ഞ റെഹമോഷ് സി കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുട്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഷെബി കാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ ഷെബിയും ഞാനും കൂടി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ മെച്ചി ഉണ്ടാക്കി തന്ന നെയിം സ്ലിപ്പാണ് ഗായ്സ്. അപ്പോൾ ഇത് അമ്മച്ചിയോട് എന്താ പറയുന്നത് അറിയോ, അമ്മച്ചി അങ്ങനെ ഇല്ല വീഡിയോ എടുക്കുക ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പറയണത്. അങ്ങനെ ഇത് അമ്മച്ചി ഉണ്ടാക്കി തന്ന നെയിം സ്ലിപ്സ് ആട്ടോ. ഇത് ഫുള്ള് ഉണ്ടായിരുന്നു, ഞാൻ ബുക്കിലൊക്കെ ഒട്ടിച്ചു. ഇതൊരു മോഡൽ അങ്ങനെ 2 മോഡൽസാണുള്ളത്. അവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാനിതേ പുസ്തകം പൊതിഞ്ഞ് ഇതിലൊക്കെ ഒട്ടിക്കുകയാണ് ഗൈസ്. ടെക്സ്റ്റ് ബുക്കിൽ മുകളിലത്തതും ഒരു വൈറ്റ് ആൻഡ് ബ്ലൂയിഷ് തീമിലുള്ളതും നോട്ട്ബുക്കിൽ ഈ താഴത്തെ പിങ്ക് ആൻഡ് പർപ്പിൾ ആ ഒരു തീമിലുള്ളതുമാണ് കേട്ടോ ഒട്ടിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം സ്കൂൾക്കുള്ള അതൊക്കെ എൻ്റെ മെച്ചീനെ ഉണ്ടാക്കി തന്നതിൻ്റെ കേട്ടോ നെയിം സ്ലിപ്പ്. അപ്പോൾ ഈ കൊല്ലത്തതും മെച്ചീനെ ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ കമൻറ്റ് ചെയ്യൂ ഗൈസ്. അങ്ങനെ നമ്മൾ നെയിം സ്ലിപ്പാണിത്. ഞാൻ വന്നതിൻ്റെ ശേഷം പുസ്തകമൊക്കെ പൊതിഞ്ഞ് ഒട്ടിക്കുകയാണ്. അപ്പോൾ പുസ്തകത്തിലൊക്കെ ഏകദേശം ഞാൻ കുറേ പുസ്തകത്തിലൊക്കെ ഒട്ടിച്ചു. അപ്പോൾ പുസ്തകമൊക്കെ പൊതിഞ്ഞ പണിയിലാണ് ഗൈസ്. പിന്നെ പുസ്തകം ഇപ്പച്ചി വന്നതുകൊണ്ട് തന്നെ ഇപ്പച്ചിയും പൊതിയുന്നുണ്ട്, മെച്ചിയും പൊതിയുന്നുണ്ട്. അങ്ങനെ കേട്ടോ. അങ്ങനെ പുസ്തകമൊക്കെ പൊതിഞ്ഞ് അങ്ങനെ ഞാൻ ഹാപ്പിയായി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്കൂൾ തുറക്കാനായില്ലേ. അത് ഇപ്പോൾ സ്കൂൾ എന്തായാലും എല്ലാവർക്കും തുറന്നിട്ടുണ്ടാവും. അത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പുസ്തകമൊക്കെ പൊതിയിടുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും സ്കൂൾ തുറന്നില്ലേ, എങ്ങനെയുണ്ട് ഈ ഒരു വർഷം, സൂപ്പറാണോ, ഈ സ്കൂളിലത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ, അങ്ങനെയൊക്കെ പറയണേ. അപ്പോൾ ഞാനും ഫുൾ റെഡിയായി. അപ്പോൾ ഗായ്സ് ഞാൻ പൊതിയൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. ഇതാണ് എൻ്റെ പൊതി ഗൈസ്. ഈ ഒരു വൈറ്റ് പൊതിയും ഈ ഒരു പിങ്ക് പൊതിയുമാണ്. ഒരു പൊതിയിൽ നമ്മളെ സ്വീറ്റ് പോപ്കോണിൻ്റെ ചിത്രം, ഒരു പൊതിയിൽ സ്ട്രോബെറീൻ്റെ ചിത്രമൊക്കെ ആയിട്ട് ഭയങ്കര അടിപൊളി പൊതിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എൻ്റെ നെയിം സ്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം എൻ്റെ മെച്ചി ഉണ്ടാക്കി തന്നത് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. നമ്മളെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നല്ല അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. അപ്പോൾ അത് ഒട്ടിച്ചു ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ എങ്ങനെയുണ്ട് ഒട്ടിച്ചപ്പോഴൊക്കെ? നിങ്ങളൊക്കെ പുസ്തകം പൊതിഞ്ഞോ ഗായ്സ്? അപ്പോൾ നിങ്ങളെ പുതിയ ക്ലാസ് ടീച്ചറൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്കൊക്കെ പുസ്തകം കിട്ടി, ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഫുൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോയി ഒരു ആദരവായിരുന്നു. അപ്പോൾ സമ്മാനമൊക്കെ കിട്ടി. നമ്മളെ HM നമ്മളോട്
പറഞ്ഞു. ഐ മീൻ സ്കൂളിൽ പോയിട്ട്. കാരണം ഞങ്ങൾ കുറേ കുറേ വർഷമായിട്ട് നമ്മൾ HM ആയിരുന്നു. അപ്പോൾ ഈ കൊല്ലം റിട്ടയർഡായി പോയി. ഇപ്പോൾ ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മളെ കഴിഞ്ഞ കൊല്ലത്തെ ഡെപ്യൂട്ടി HM ആണ് കേട്ടോ ഇപ്പോഴത്തെ HM. അപ്പോൾ ആ HM പോയി. ഇപ്പോൾ നാസർ സാറാണ്. പോയ HM അനിൽകുമാർ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഡെപ്യൂട്ടി HM ആയിട്ടുള്ള നാസർ സാർ ഇപ്പോൾ നമ്മളെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററാട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ആ മാഷി പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ അങ്ങനെ അതൊക്കെയായിരുന്നു. അപ്പോൾ ഈ വർഷം പുതിയൊരു ഹെഡ് മാഷും പുതിയ ഒരുപാട് ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ വന്നൊരു വർഷമായിരുന്നു. പിന്നെ ഈ കൊല്ലത്തിൻ്റെ ഏറ്റവും സങ്കടകരമായ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ 5ാം ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾ ചില ഫ്രണ്ട്സൊക്കെ നമ്മൾ ഓരോ ലാംഗ്വേജസ് എടുക്കുമ്പോൾ ഓരോരുത്തർ ഓരോ ക്ലാസ്സിലോട്ടാണല്ലോ മാറുക. അപ്പം എൻ്റെ ഭാഗ്യത്തിന് എല്ലാവരും എൻ്റെ ക്ലാസ്സിൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു ക്ലാസ്സിലാണ്. നിങ്ങളുടെ എങ്ങനെയാണെന്നൊക്കെ പറയണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷെയർ ചെയ്യണേ. Thanks for watching. Don't forget to subscribe.